ഹിന്ദുത്വം എന്നറിയപ്പെടുന്ന ഈ പ്രത്യയശാസ്ത്രം അത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രം, വൈദിക പ്രത്യയശാസ്ത്രമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അത് ഏറ്റവും കൂടുതൽ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കുലർ ചരിത്രത്തെയാണ്. ചരിത്രത്തിന് പകരം മിത്തുകൾ ഇറങ്ങി വരുന്ന ഒരു കാലത്ത് ദൈനംദിനത്തിൽ ചരിത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ചരിത്രബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും സെക്കുലറായ ചരിത്രബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധം തീർക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നതാണ് പ്രധാനം. ആ സന്ദർഭത്തിലാണ് KN പണിക്കർ എഴുതിയതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് തുണയായി തീരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ ഒരു ഉന്മൂലന നീക്കമാണ് എന്ന പ്രബലമായ വിശ്വാസം മലബാറിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ്. അതിനെ ഉപജീവിച്ചുകൊണ്ടുള്ള ചരിത്രാഭാസം എന്ന് പറയാവുന്ന നിരവധി കൃതികൾ ഇപ്പോഴും രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിരവധി ആഖ്യാനങ്ങൾ ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ KN പണിക്കർ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം ഈ 921 മലബാർ കലാപത്തെ സംബന്ധിച്ച് നിർവഹിക്കുന്നത്. ആ പുസ്തകത്തിലുടനീളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വളരെ കൃത്യമായ ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന ഭൂബന്ധങ്ങളും ഇവിടെ നിലനിന്നിരുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ സാന്നിധ്യവും പാവപ്പെട്ട കുടിയാന്മാരായിട്ടുള്ള കർഷക തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥയായി മാറിയത് എന്ന് നമുക്ക് കാണാം. അതിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു മലബാറിൽ നടന്നത്. അദ്ദേഹവും ഒരു സംഘം ആളുകളും അന്നത്തെ ആഭ്യന്തരമന്ത്രിയെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കാണുകയും ഈ പള്ളി പൊളിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണ്ട സംരക്ഷണം ഒരുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 1992 ഡിസംബർ 6 പള്ളി പൊളിച്ചതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം രാഷ്ട്രപതിയെ പോയി കാണുന്നുണ്ട്. ഈ കാര്യത്തിലുള്ള ഉത്കണ്ഠ അദ്ദേഹം അവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം BBC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പിന്നീട് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അക്കാദമിക പണ്ഡിതൻ എന്ന നിലയ്ക്ക് മുറിയിൽ അടച്ചിരിക്കുകയല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു ചരിത്ര സന്ദർഭത്തിൽ നേരിട്ട് ഇടപെടാൻ അദ്ദേഹം കാണിച്ച ധീരത വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു മുഖവുര ആവശ്യമില്ലാത്ത ഇന്ത്യൻ ധൈഷണികരിലൊരാളാണ് ഡോക്ടർ KN പണിക്കർ. ചരിത്രകാരൻ, സംസ്കാര വിമർശകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ഭരണാധികാരി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. KN പണിക്കർ കടന്നുപോയ ഒരു കാലം എന്നത് ഇന്ത്യൻ ദേശീയതയുടെ വളരെ ശ്രദ്ധേയമായ ഒരു സന്ദർഭം ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സംബന്ധിച്ചുള്ള നിരവധി ഭാവനകൾ രൂപപ്പെട്ടു വരുന്ന കാലത്താണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിലും പിന്നീടൊരു ചരിത്രാധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. നെഹ്റുവിയൻ ഇന്ത്യയുടെ പലതരം സങ്കല്പങ്ങൾ ഉറപ്പിക്കുന്നതിൽ സെക്കുലർ ചരിത്രത്തിന്, ചരിത്ര രചനയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ചരിത്ര രചനാ ശാസ്ത്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നത് വളരെ കലുഷിതമായ ഒരു ചരിത്ര രാഷ്ട്രീയ സന്ദർഭമായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചതിന് ശേഷമാണ് ഇന്ത്യ എന്നൊരു മതേതര രാഷ്ട്രം പിറവി കൊള്ളുന്നത്. ആ രാഷ്ട്രത്തെ അതിൻ്റെ ആദർശങ്ങൾക്കൊപ്പിച്ച്, ആദർശങ്ങൾക്കനുസരിച്ച് നിലനിർത്താൻ ആവശ്യമായ ചരിത്രബോധം എന്നത് ആ രാഷ്ട്രത്തിൻ്റെ സ്വത്വബോധവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തെ മതനിരപേക്ഷമായി, സെക്കുലറായി നിലനിർത്തുക എന്നത് അക്കാലഘട്ടത്തിലെ
ചരിത്ര പണ്ഡിതന്മാരുടെ ദൗത്യമായി തന്നെ അവർ ഏറ്റെടുത്തു. ഒരു നിര പണ്ഡിതർ ആ വിഭാഗത്തിൽ അക്കാലത്തുണ്ടായി. അത് R.S. ശർമ്മയായാലും K.N. പണിക്കരായാലും റോമില ഥാപ്പറായാലും ഇർഫാൻ ഹബീബായാലും എത്രയോ ചരിത്രകാരന്മാരുടെ ചരിത്രകാരികളുടെ പേര് ഈ ഗണത്തിൽ പറയാൻ കഴിയും. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പേരാണ് K.N. പണിക്കരുടേത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ഇനി എന്താണ് പ്രസക്തി എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ, ആ മേഖലയിലെ ഒരു എഴുത്തുകാരൻ, പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്താനുള്ള പാണ്ഡിത്യം എനിക്കില്ല. എങ്കിലും ഇന്ന് ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ചരിത്ര വിദ്യാർത്ഥികളുടെയും ചരിത്ര പണ്ഡിതരുടെയും മാത്രം ഒരു പ്രമേയമല്ല. കാരണം നമ്മുടെ ദൈനംദിനത്തിൽ നിരന്തരം ചരിത്രം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം രാഷ്ട്രീയമായ ഏതൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും ചരിത്രബോധം അനിവാര്യമായി തീർന്നിരിക്കുന്നു. ഉദാഹരണമായി, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ഒരു നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കാശ്മീരിന് ഈ പ്രത്യേക പദവി കൈവന്നത് എന്ന ചരിത്ര വസ്തുത അറിഞ്ഞില്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ, അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ നമുക്ക് സാധിക്കില്ല. അതേപോലെ ടിപ്പു സുൽത്താൻ ഹിന്ദുക്കൾക്കെതിരായ ഒരു മുസ്ലിം രാജാവായിരുന്നു എന്ന മട്ടിൽ നിരന്തരം നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് തന്നെ കഥകളും മിത്തുകളും കടന്നു വരുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്നറിയാൻ നമുക്ക് ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. അതേവിധം ഫെഡറലിസം എന്ന് പറയുന്ന അടിസ്ഥാന തത്വം അട്ടിമറിക്കപ്പെടുമ്പോൾ എന്താണ് ഫെഡറലിസം, എങ്ങനെയാണത് ഭരണഘടനയിൽ കടന്നു വന്നത് എന്ന ചരിത്രം പഠിക്കാൻ നാം നിർബന്ധിതരാകുന്നു. മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ എന്താണ് മുഗൾ രാജാക്കന്മാർ ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് എന്ന കാര്യം പഠിക്കാൻ, ചരിത്രം പഠിക്കാൻ ചരിത്ര വിദ്യാർത്ഥികളല്ലാത്തവരും നിർബന്ധിതരാകുന്നു. അതുപോലെ ഗോസംരക്ഷണമായാലും നമ്മുടെ ആചാരവിശ്വാസങ്ങളായാലും എല്ലാം ചരിത്രം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന പ്രമേയം. ഹിന്ദുത്വം എന്നറിയപ്പെടുന്ന ഈ പ്രത്യയശാസ്ത്രം അത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രം വൈദിക പ്രത്യയശാസ്ത്രമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അത് ഏറ്റവും കൂടുതൽ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കുലർ ചരിത്രത്തെയാണ്. ചരിത്രത്തിന് പകരം മിത്തുകൾ ഇറങ്ങി വരുന്ന ഒരു കാലത്ത് ദൈനംദിനത്തിൽ ചരിത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ചരിത്രബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും സെക്കുലറായ ചരിത്രബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധം തീർക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നതാണ് പ്രധാനം. ആ സന്ദർഭത്തിലാണ് K.N. പണിക്കർ എഴുതിയതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് തുണയായിത്തീരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗവേഷണ പ്രബന്ധം എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷിലും പ്രഭുത്വത്തിനും നാടുവാഴ്ചയ്ക്കുമെതിരെ എന്ന് മലയാളത്തിലും പ്രസിദ്ധീകരിച്ച കൃതി എല്ലാ കാലത്തും പ്രസക്തമായ ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഏതാണ്ട് 1921 വരെ നീണ്ടുനിന്ന ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പോരാട്ടത്തെ മാപ്പിളം കലാപമെന്നും ഹിന്ദുക്കൾക്കെതിരെയുള്ള നീക്കം എന്നുമൊക്കെ നിരന്തരമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നൊരു ജനത ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട് എന്ന് നമുക്കറിയാം. അന്ന് അത് 1921 നടന്നത് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തിയ ഒരു ഉന്മൂലന നീക്കമാണ് എന്ന പ്രബലമായ വിശ്വാസം മലബാറിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ്. അതിനെ ഉപജീവിച്ചുകൊണ്ടുള്ള ചരിത്രാഭാസം എന്ന് പറയാവുന്ന നിരവധി കൃതികൾ ഇപ്പോഴും രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിരവധി ആഖ്യാനങ്ങൾ ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ K.N. പണിക്കർ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം ഈ 1921
മലബാർ കലാപത്തെ സംബന്ധിച്ച് നിർവഹിക്കുന്നത്. ആ പുസ്തകത്തിലുടനീളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വളരെ കൃത്യമായ ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന ഭൂബന്ധങ്ങളും ഇവിടെ നിലനിന്നിരുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ സാന്നിധ്യവും പാവപ്പെട്ട കുടിയാന്മാരായിട്ടുള്ള കർഷക തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥയായി മാറിയത് എന്ന് നമുക്ക് കാണാം. അതിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു മലബാറിൽ നടന്നത്. അത് യഥാർത്ഥത്തിലൊരു കർഷക സമരവും സാമ്രാജ്യത്വ വിരുദ്ധ സമരവുമായിരുന്നു. ലോകത്ത് ഇത്ര ശക്തമായൊരു സാമ്രാജ്യത്വ വിരുദ്ധ സമരം അതിനു മുമ്പോ ഒരുപക്ഷെ അതിന് ശേഷമോ നടന്നിട്ടില്ല. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അതിൻ്റെ ഇരകളായി തീർന്നത്. നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർ നാടുകടത്തപ്പെടുകയും തടവിലാക്കപ്പെടുകയും പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ആ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ, ആ കർഷക സമരത്തെ ആ അർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കാൻ അതിൻ്റെ പിന്മുറക്കാർക്ക് കഴിയാതെ പോയത് അതിനെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരും പിന്നീട് ഹിന്ദുത്വവാദികളും ഉണ്ടാക്കിയ ഈ ആഖ്യാനങ്ങളാണ്. ആ ആഖ്യാനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് KN പണിക്കർ ആ സമരത്തിൻ്റെ വസ്തുതകളിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് അന്ന് മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വം ഈ സമരത്തിന് വേണ്ടി വന്നത് എന്നും അവർ വഹിച്ച ഏറ്റവും ക്രിയാത്മകമായ പങ്കെന്താണ് എന്നും അദ്ദേഹം അക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം അദ്ദേഹം തൻ്റെ പഠനത്തിനും അന്വേഷണത്തിനും വിശകലനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് അന്തോണിയോ ഗ്രാംഷിയുടെ ആലോചനകളാണ്. അന്തോണിയോ ഗ്രാംഷി ഒരുപക്ഷെ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ചിന്തകർ അക്കാലത്ത് അംഗീകരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്ത ഒരാളായിരുന്നില്ല. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് നേതാവും എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന അന്തോണിയോ ഗ്രാംഷി അവിടുത്തെ മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പീഡനങ്ങൾക്കിരയായി യഥാർത്ഥത്തിൽ രക്തസാക്ഷിയായി തീർന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള അന്തോണിയോ ഗ്രാംഷിയുടെ ആശയങ്ങൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് പ്രധാനമാവുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ മാർക്സോ ലെനിനോ എംഗൽസോ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഈ ദേശീയത എന്ന് പറയുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ രൂപത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ജനതകളിൽ ഒന്നാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. ഇറ്റാലിയൻ സമൂഹത്തെ പോലെ തന്നെ ഇന്ത്യയിലെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഉയർന്നു വന്ന ഈ ദേശീയത എന്ന് പറയുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ രൂപം, ആ രൂപത്തിനകത്താണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മതനിരപേക്ഷ ജനാധിപത്യവാദികളായാലും അവർക്ക് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ദേശീയതയ്ക്കകത്തുള്ള സംഘർഷങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാതെ നമുക്ക് സാമൂഹ്യ വിപ്ലവത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ച ഒരാളാണ് അന്തോണിയോ ഗ്രാംഷി. ആ അർത്ഥത്തിൽ ഗ്രാംഷിയുടെ ആലോചനകൾക്ക് ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചും ഈ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെ സംബന്ധിച്ചും പ്രസക്തിയുണ്ട് എന്നതാണ് പ്രധാനം. ഇക്കാര്യം പിന്നീട് ഐജാസ് അഹമ്മദിനെ പോലുള്ള ആളുകളൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. ഏതായാലും അക്കൂട്ടത്തിൽ ഗ്രാംഷിയുടെ പ്രസക്തി ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യുന്നതിൽ അന്തോണിയോ ഗ്രാംഷിയെ പോലുള്ള ഒരാളുടെ സങ്കല്പനങ്ങളുടെ പ്രസക്തി എന്താണ് എന്ന് ആദ്യമായി ഒരുപക്ഷെ നമ്മുടെ ധൈഷണിക മേഖലയിൽ അവതരിപ്പിച്ച ചിന്തകരിൽ ഒരാളാണ് KN പണിക്കർ എന്ന് ഞാൻ വിചാരിക്കുന്നു. പണിക്കർ മാഷ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ബുദ്ധിജീവി എന്ന നിലയ്ക്ക്, എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, ചരിത്രാധ്യാപകൻ എന്ന നിലയ്ക്ക് സർവകലാശാലയിൽ, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒതുങ്ങി നിന്ന ഒരാളല്ല. അദ്ദേഹം വളരെ കൃത്യമായി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘാതമായി തീർന്ന ഒരു സംഭവം 1992 ഡിസംബർ 6 ബാബറി പള്ളി പൊളിച്ചതാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെയും മറ്റും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡിസംബർ 5 അദ്ദേഹവും ഒരു സംഘം ആളുകളും അന്നത്തെ ആഭ്യന്തരമന്ത്രിയെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കാണുകയും ഈ പള്ളി പൊളിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണ്ട സംരക്ഷണം ഒരുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 1992 ഡിസംബർ 6 പള്ളി പൊളിച്ചതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം രാഷ്ട്രപതിയെ പോയി കാണുന്നുണ്ട്. ഈ
കാര്യത്തിലുള്ള ഉത്കണ്ഠ അദ്ദേഹം അവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം BBC റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പിന്നീട് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അക്കാദമിക പണ്ഡിതൻ എന്ന നിലയ്ക്ക് മുറിയിൽ അടച്ചിരിക്കുകയല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു ചരിത്ര സന്ദർഭത്തിൽ നേരിട്ട് ഇടപെടാൻ അദ്ദേഹം കാണിച്ച ധീരത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും മുഖ്യമായ ഒരു കാര്യം പിന്നീട് അദ്ദേഹം ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എഴുതുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആ കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, ബോംബെ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, ആ റിപ്പോർട്ടുകളിലെല്ലാം ഇന്ത്യൻ മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഭരണകൂടങ്ങൾക്ക് വന്ന വീഴ്ചയെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നാം ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിൽ അത്ഭുതകരമായ കാര്യം, അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം, ഈ രണ്ട് റിപ്പോർട്ടുകളും ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു താക്കീതായി തീർന്നതിൻ്റെ കാരണം ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷതയ്ക്ക് നൽകുന്ന ആ പ്രാധാന്യമാണ് അന്നത്തെ ജഡ്ജിമാർക്ക് ഈ കാര്യം ഊന്നിപ്പറയാൻ അവരെ നിർബന്ധിതരാക്കിയത്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതുപോലെ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതുപോലെയുള്ള ധീരമായൊരു നിലപാട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാരണം പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകിയ ജുഡീഷ്യറിയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ആ വിവരം വളരെ ദുഃഖത്തോടു കൂടിയായിരിക്കും പണിക്കർ മാഷ് അവസാന കാലത്ത് അറിഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തകരുന്ന ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് മുന്നിൽ ഒരുപക്ഷെ തകർന്നു പോയ ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും KN പണിക്കരെ പോലുള്ള ഒരു അക്കാഡമീഷ്യൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരു ജൈവ ബുദ്ധിജീവിയായാണ്. താൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായൊരു കാര്യം ഒരു ജനതയുടെ, ഒരു രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അർപ്പിക്കാനുള്ളതാണ് എന്ന് ബോധ്യപ്പെടുകയും നിരന്തരം അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു ജൈവ ബുദ്ധിജീവിയാണ് ഡോക്ടർ KN പണിക്കർ. അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിന് ശേഷം കേരളത്തിൽ വരികയും കേരളത്തിലെ നിരവധി തെരുവുകളിൽ അദ്ദേഹം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ആരോഗ്യം നശിക്കുന്നതുവരെയും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ മതനിരപേക്ഷത എന്ന ഒറ്റ ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന കാലത്തും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തൻ്റെ സ്ഥാപനത്തിനകത്ത് നിലനിർത്താൻ നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്ന ഒരു ധൈഷണികനാണ്. ഒരിക്കലും തൻ്റെ അധികാരപ്രമത്തത സഹപ്രവർത്തകരുടെ മുകളിൽ, വിദ്യാർത്ഥികൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ചർച്ചയിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ഡോക്ടർ KN പണിക്കർ എക്കാലത്തൊരു വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് കാലടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അവിടെയുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഇന്ത്യൻ ജനാധിപത്യം, മതനിരപേക്ഷത എന്നിവ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ഒരു മഹാധൈഷണികനായിരുന്നു KN പണിക്കർ. അദ്ദേഹം സംസ്കാരത്തെ കാണുന്നത് ഒരു പാരമ്പര്യ മൂല്യം എന്ന നിലയ്ക്കല്ല, നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ഒരു സമ്പത്ത് എന്ന നിലയ്ക്കല്ല അദ്ദേഹം പാരമ്പര്യത്തെ കണ്ടത്, സംസ്കാരത്തെ കണ്ടത്. മറിച്ച് നാം നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം ഭൗതികമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം. അതുകൊണ്ട് നാം സംസ്കാരത്തെക്കുറിച്ച് അയവിറക്കുകയല്ല വേണ്ടത്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അയവിറക്കുകയല്ല വേണ്ടത്, അതൊരു ജീവിതാനുഭവമാക്കി മാറ്റുകയാണ് വേണ്ടത്. അതുകൊണ്ട് മതനിരപേക്ഷതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളോ മതനിരപേക്ഷതയെക്കുറിച്ചുള്ള ചർച്ചകളോ ചെയ്യുന്നതിന് പകരം അതൊരു ജീവിതാനുഭവമാക്കി മാറ്റാൻ ആവശ്യമായ നിരന്തരമായ സംസ്കാരത്തിൻ്റെ ഉൽപ്പാദനമാണ് പ്രധാനം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തനം എന്നാൽ സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രവൃത്തിയാണ് എന്നും അങ്ങനെ ഇടപെട്ട് മാറ്റിത്തീർക്കാനുള്ളതാണ് സംസ്കാരമെന്നും KN പണിക്കർ പലയിടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
ചരിത്രകാരൻ, ചരിത്ര പണ്ഡിതൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ഈ പറഞ്ഞ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്കെല്ലാം ഇനിയും ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചെയ്യാനുണ്ടായിരുന്നു. അത് തീർച്ചയായും ഒരു മനുഷ്യായുസ് അതിന് പൂർണ്ണമല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഏൽപ്പിച്ച ആ ദൗത്യം നിറവേറ്റാനുള്ളതാണ് നമ്മുടെ ശിഷ്ടജീവിതം എന്നതാണ് പണിക്കരെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മോട് തന്നെ പറയാനുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വൈലോപ്പിള്ളിയുടെ വളരെ പ്രസിദ്ധമായ വരികൾ, കെട്ട ഞങ്ങൾ തൻ ജീവിത സ്വപ്ന കെട്ടെടുത്ത് കരയേറുക നിങ്ങൾ, സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ വേഗമാകട്ടെ എന്ന ആ വരികൾ തന്നെയാണ് പണിക്കരുടെ പൂർത്തിയാകാത്ത സ്വപ്നക്കെട്ട് ഇനി മുകളിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യതയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.